ഹേയ് പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാമെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. എങ്കിലേ തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്കും ഒരു പ്രചോദനമുണ്ടാവും, നിങ്ങൾക്കും നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. വിജയത്തിലേക്കുള്ള താക്കോൽ യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന നിയമമാണ്. ഇതിൻ്റെ ലളിതമായ തത്വം ഇതാണ്: നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. ലൈക്സ് അട്രാക്ട്സ് ലൈക്സ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ഫലങ്ങളെയും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങളെയും ആകർഷിക്കുന്നു. ഇത് ചിലപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആയി പോവാൻ സാധ്യതയുണ്ട്. കാരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ കൂടി അതിൽ അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റെപ്പ് 1 മുതൽ ലാസ്റ്റ് എൻഡിങ് വരെ നിങ്ങൾക്ക് വളരെ വിശദീകരിച്ച് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു വിജയം നേടും നിങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഡെയിലി ഈ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ ലക്ഷ്യം നേടിയിട്ടുണ്ട് എങ്കിൽ നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാമെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ വിജയത്തിലേക്കുള്ള താക്കോലാണത്. യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന നിയമമാണ്. ഇതിൻ്റെ ലളിതമായ തത്വം ഇതാണ്: നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകും. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നത് കറക്റ്റല്ലേ? സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. ലൈക്സ് അട്രാക്ട്സ് ലൈക്ക്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ഫലത്തെയും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലത്തെയും ആകർഷിക്കുന്നു. വിജയം നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന 3 പ്രധാന ഘട്ടങ്ങൾ പറഞ്ഞു തരാം. 1 വിജയം, സമ്പത്ത്, നല്ല ബന്ധങ്ങൾ, ആരോഗ്യം എന്നിവ ആകർഷിക്കാൻ ഈ നിയമം എങ്ങനെ ഉപയോഗിക്കാമെന്ന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തത് ആവശ്യപ്പെടുക. ലക്ഷ്യം വ്യക്തമാക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമാക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായുള്ള ലക്ഷ്യം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായി തീരുമാനിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് വിജയിക്കണം എന്ന് നമ്മൾ പറയും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. അടുത്ത 6 മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്ന് 5 ലക്ഷം രൂപ ലാഭം നേടണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ കമ്പനിയിൽ മാനേജറായി ജോലി നേടണമെന്ന് കൃത്യമായിട്ട് എഴുതുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതുമ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കാര്യം തന്നെ ലഭിക്കുകയുള്ളൂ. തെറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, എനിക്ക് കടമില്ലാതാക്കണം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ലക്ഷ്യം എഴുതുക. അതായത് കറക്റ്റായിട്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് ഞാൻ സമ്പന്നനായിരിക്കുന്നു എന്ന് എഴുതുക. നിങ്ങൾ വിശ്വസിക്കുക. വിഷ്വലൈസേഷൻ ബോർഡ്. അതെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ, വാക്യങ്ങൾ, ക്ലിപ്പുകൾ എന്നിവ ഒട്ടിച്ച ഒരു ബോർഡ് ഉണ്ടാക്കുക. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കും. സ്റ്റെപ്പ് 2 വിശ്വസിക്കുക. വിശ്വാസവും വികാരവും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ ഘട്ടം. ലഭിച്ചതായി സങ്കല്പിക്കുക. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആ ലക്ഷ്യം നേടി എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുക?
ദിവസവും കുറഞ്ഞത് 5-10 മിനിറ്റ് കണ്ണടച്ച് ഇത് വിഷ്വലൈസ് ചെയ്യുക. ഇത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചു എന്ന് കരുതുക. ആ ഓഫീസിൽ ആ ഗെറ്റപ്പിലിരിക്കുന്നതും നിങ്ങളുടെ സഹപ്രവർത്തകരുമായി സംസാരിക്കുന്നതും ചിരിക്കുന്നതും നിങ്ങൾക്ക് ശമ്പളത്തിൻ്റെ ചെക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ പ്രൗഡ് ഫീലിംഗ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ട് നിങ്ങളുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം നിങ്ങൾ ആ സമയത്ത് തന്നെ കാണുക. വികാരങ്ങൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. വെറുതെ സങ്കല്പിച്ചാൽ മാത്രം പോരാ, ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, അഭിമാനം, കൃതജ്ഞത എന്നീ പോസിറ്റീവ് വികാരങ്ങൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് അനുഭവിച്ചങ്ങോട്ട് വരണം. ഈ ശക്തമായ പോസിറ്റീവ് വികാരങ്ങളാണ് പ്രപഞ്ചത്തിലേക്ക് ശക്തമായിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നത്. സംശയത്തെ മാറ്റിവെക്കുക. ഇതൊന്നും നടക്കില്ല, എനിക്കതിന് കഴിവില്ല, എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്കറിയാലോ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പോസിറ്റീവാക്കി മാറ്റി അവിടെ സ്ഥാപിക്കുക. ഓക്കെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, എനിക്കതിന് കഴിവുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ പോലും എൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ എത്രയോ വീഡിയോസുകൾ എന്തൊക്കെ യൂട്യൂബിൽ കാണാനുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ നിലനിർത്തുക. സ്റ്റെപ്പ് 3, സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കും. നന്ദിയുള്ളവനായിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴി പ്രപഞ്ചം തുറന്നു തരും. അത് തരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണം. എന്നുവെച്ചാൽ പ്രചോദനത്തിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന പുതിയ അവസരങ്ങളോ ആശയങ്ങളോ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അത്തരം സാഹചര്യങ്ങൾ ആ യൂണിവേഴ്സ് തരുന്ന ആ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കണം. എന്താണ് നീ ആഗ്രഹിച്ചത്, അത് ചെറിയ നിമിത്തങ്ങളായി നിന്റെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരും. എങ്കിൽ അത് അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുക. വെറുതെ ഇരുന്നാൽ ഇതൊന്നും ആകർഷിക്കപ്പെടില്ല എന്നും മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ആ സമയത്ത് പ്രവർത്തിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കും. ഉദാഹരണമായി, നിങ്ങൾക്കൊരു പ്രത്യേക കോഴ്സ് പഠിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ പോയി കാണാൻ തോന്നുന്നു. ഇതൊക്കെയാണ് ഈ പ്രപഞ്ചം നൽകുന്ന ചെറിയ സൂചന. നിങ്ങളുടെ മുന്നിലേക്ക് വരും ആ ഒരു സൂചന എന്നത്. കറക്റ്റായിട്ട് അത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തോട് ദിവസവും നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് എടുത്ത് കാണണേ. എനിക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യത്തിനും വീട്ടുകാർക്കും ഈ ജോലിക്കും ഞാൻ നന്ദിയുള്ളവനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ പോസിറ്റീവ് വികാരം കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കും. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വർദ്ധിക്കും. ഫലം എന്നത് വിട്ടുകൊടുക്കുക. നമ്മൾ നമ്മുടെ പങ്ക് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്തതിനു ശേഷം ഫലം എപ്പോൾ വരും, എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്തു, ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. കൃത്യമായി നിങ്ങൾ ചെയ്ത പങ്ക്, അത് ചെയ്തതിനു ശേഷം ഫലം എപ്പോൾ എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് കൃത്യമായ സമയത്ത് നിങ്ങളെ തേടിയെത്തുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുക. ചുരുക്കത്തിൽ വിജയത്തിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. എഴുതുക. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസിൽ എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തിയതാണ്, ഞാൻ ആ എത്തിയ മൊമെൻറ്റിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്നൊക്കെ സങ്കല്പിക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരം ലക്ഷ്യം നേടിയതായി വികാരത്തോടെ സങ്കല്പിക്കുക. പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ്. ദിവസവും നന്ദി പറയേണ്ട ഒരു 5 കാര്യങ്ങളെങ്കിലും എഴുതി വെക്കുക. എപ്പോഴും പോസിറ്റീവ് ചിന്തയായിരിക്കണം. എല്ലാ സമയത്തും പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ നിലനിർത്തുക. മനുഷ്യന്മാരാണ്, നെഗറ്റീവ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുത്തുക. നിങ്ങൾക്ക് പോസിറ്റീവാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിനോട് പറയുക, എനിക്ക് പോസിറ്റീവാണ് വേണ്ടത്. നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ പോസിറ്റീവ് ചിന്തകളിലൂടെ ചെയ്യുക.
അതായത് പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് സക്സസ് ആവാൻ വേണം, അതുകൊണ്ട് എൻ്റെ മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്തണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പ്രവർത്തിക്കുക. ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളെന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെയാണ് പ്രപഞ്ചം സഹായിക്കുക? അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രവർത്തനം കറക്റ്റായിട്ട് ചെയ്യുക. ഈ ലളിതമായ തത്വങ്ങൾ സ്ഥിരമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിൽ ഏത് വിജയവും ആകർഷിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചില ആളുകൾക്ക് ഈ ഒരു കഴിവ് ജന്മന അപൂർവമായി കിട്ടും. അവർ വളരെ സക്സസ്സിലേക്ക് നിൽക്കുന്ന പല വ്യക്തികളെയും കാണാം. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വളരെ ദാരിദ്ര്യത്തിൽ നിന്ന്, വളരെ കഷ്ടപ്പാടിൽ നിന്ന്, ചുറ്റുപാടൊന്നുമില്ലാതെ തന്നെ അവർ ഈ ഒരു രഹസ്യവും കൂടി ഉപയോഗിച്ച് വളരെ വലിയ സക്സസ്സിലേക്ക്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കോടീശ്വരികളും കോടീശ്വരന്മാരും ആയി മാറിയ കഥകൾ നിങ്ങളുടെ ചുറ്റും തന്നെ ഉള്ളതാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ വെറും സ്വപ്നം കാണൽ മാത്രമല്ല, അതിൽ ഉറച്ചൊരു വിശ്വാസം വേണം, കൃത്യമായ ലക്ഷ്യം വേണം, ഒപ്പം അവസരങ്ങൾ വരുമ്പോൾ പ്രവർത്തിക്കാനുള്ള സന്നദ്ധ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ്. ഇതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ദിവസവും മടി വരാം എങ്കിൽ പിന്നെയും വീഡിയോ എടുത്ത് കാണുക. ആ ഒരു പവർ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുക. എനിക്കറിയാം ഇത് വലിയൊരു വീഡിയോ ആയി പോയിട്ടുണ്ടാകാം, എങ്കിൽ പോലും എനിക്ക് വിഷമമില്ല. ഇത് കാണുന്ന ആളുകൾ കാണട്ടെ എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്താണ്, ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ചൊരു സാധാരണ രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരവർ ആഗ്രഹിച്ച ആ ഒരു സക്സസ്സിലേക്ക് എത്തട്ടെ. എല്ലാവരും ആ ഒരു സക്സസ്സിലേക്ക് എത്തി ആ ഒരു ഹാപ്പിനെസ് അനുഭവിക്കട്ടെ. താങ്ക് യു ദ യൂണിവേഴ്സ്.